സ്വാമി എന്ന പേരിൽ പരക്കെ അറിയപ്പെടുന്ന ആർ പത്മനാഭൻ. LICയോട് ചേർന്ന് കഴിഞ്ഞ 35 വർഷത്തെ പ്രവർത്തനം. ചീഫ് ലൈഫ് ഇൻഷുറൻസ് അഡ്വൈസറായി 16 വർഷം. കഴിഞ്ഞ 13 വർഷമായി MDRT ക്വാളിഫയർ. LICയുടെ ഉന്നത ഏജൻസി ക്ലബ്ബായ ചെയർമാൻസ് ക്ലബ്ബിൽ കഴിഞ്ഞ 24 വർഷത്തെ തുടർച്ചയായ അംഗത്വം. ലൈഫ് ഇൻഷുറൻസ്, മെഡിക്ലെയിം, മ്യൂച്വൽ ഫണ്ട് മേഖലയിൽ 3.5 പതിറ്റാണ്ടിൻ്റെ സേവനം. കോട്ടയം തിരുനക്കര ശ്രീനിവാസയ്യർ റോഡിലുള്ള സ്വാമീസ് LIC പ്രീമിയം പോയിന്റിൽ വിപുലമായ ഓഫീസ് ക്രമീകരണങ്ങളോടെയാണ് ആർ പത്മനാഭൻ എല്ലാ സേവനങ്ങളും കസ്റ്റമേഴ്സിന് വേണ്ടി ഒരുക്കി നൽകുന്നത്. ഇന്ന് ഈ മേഖലയിലെ പുതിയ അറിവുകളും സംശയങ്ങൾക്കുള്ള മറുപടിയും അദ്ദേഹത്തോട് ചോദിച്ചറിയാം. നമസ്കാരം സ്വാമി. നമസ്കാരം. സാറ് റെപ്രസെൻ്റ് ചെയ്യുന്ന LIC ഓഫ് ഇന്ത്യയെക്കുറിച്ച് ചെറുതായി ഒന്ന് വിശദീകരിക്കാമോ? തീർച്ചയായും. അതായത് ഭാരതത്തിലെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ അറിയുന്ന ഇംഗ്ലീഷിലെ ഒരു 3 ലെറ്റർ വേർഡ് ഏതാണെന്ന് ചോദിച്ചാൽ അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ, LIC. ഇക്കൊല്ലം LIC ഇന്ത്യ ഗവൺമെൻറ്റിന് കൊടുത്ത ഡിവിഡൻഡ് ചെക്കിന് തുക എത്രയാണെന്ന് അറിയാമോ? കേട്ടോളൂ. 2441 കോടി 44 ലക്ഷം രൂപ. അതായത് ഇന്ത്യയിലെ ജനങ്ങളുടെ ക്ഷേമത്തിനായി LIC ഇന്ത്യ ഗവൺമെൻറ്റിന് കൊടുത്ത ലാഭവിഹിതമാണ് ഈ തുക. അപ്പോൾ ഇന്ത്യയുടെ ചാലക ശക്തിയായി മാറിക്കഴിഞ്ഞിരിക്കുന്ന LICയിൽ നിക്ഷേപിക്കുന്നത് ഓരോ പൗരനും തൻ്റെ കടമയും അഭിമാനവുമായി കരുതേണ്ടതാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. സ്വാമി, LICയിൽ പ്രധാനമായും ഏതൊക്കെ തരത്തിലുള്ള പദ്ധതികളുണ്ട്? ഏത് പ്രായം വരെ ചേരാൻ സാധിക്കും? ഇന്ന് ജനിച്ച കുഞ്ഞു മുതൽ 100 വയസ്സ് വരെ പ്രായമുള്ള എല്ലാവർക്കും ചേരാൻ സാധിക്കുന്ന പദ്ധതികൾ ഇന്ന് LIC നിലവിലുണ്ട് എന്ന് പറഞ്ഞാൽ വിശ്വാസമാകുന്നുണ്ടോ? അതാണ് സത്യം. അതായത് സമ്പാദ്യവും ഇൻഷുറൻസും ഒരുപോലെ കൂട്ടി ഇണക്കിയിട്ടുള്ള എൻഡോമെൻറ്റ് പ്ലാൻ, മണി ബാക്ക് പ്ലാൻ, ജീവനാനന്ദ്, ജീവൻ ലാഭ്, ഇത്തരം സ്കീംസ്. കൂടാതെ ആജീവനാന്തം ടാക്സ് ഫ്രീ പെൻഷൻ ലഭ്യമാക്കുന്ന LICയുടെ ജീവൻ ഉമംഗ്, അതേപോലെ ജീവൻ ധാര, ജീവൻ ഉത്സവ് പോലെയുള്ള പദ്ധതികൾ. അതുപോലെ ഷെയർ മാർക്കറ്റ് നിക്ഷേപത്തിൽ നിന്നും വൻ ലാഭം ലഭ്യമാക്കാവുന്ന ഗണത്തിൽപ്പെട്ട സ്കീംസാണ് ULIP എന്ന് പറയുന്നത്, യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാൻസ്. അതിലേറ്റവും പ്രധാനപ്പെട്ട പ്ലാന് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് കം ഇൻഷുറൻസ് പ്ലാൻ, SIIP എന്ന് പറയും. അപ്പോൾ SIIP, അതുപോലെ ഇൻഡെക്സ് പ്ലസ് ഏറ്റവും പുതിയൊരു പ്ലാനാണ്. ഇത്തരം ULIPs, അതുപോലെ തന്നെ കുട്ടികളുടെ പേരിൽ എടുക്കാവുന്ന ഏറ്റവും പുതിയ പ്ലാനായ അമൃതബാൽ, അതുപോലെ ഹെൽത്ത് ഇൻഷുറൻസ് ഗണത്തിൽപ്പെട്ട ആരോഗ്യരക്ഷക്, ക്യാൻസർ കവർ പോലെയുള്ള പ്ലാനുകൾ. ഇനി ഇതെല്ലാം റെഗുലർ പ്രീമിയം പ്ലാനുകളാണ്. അതായത് വാർഷികമായോ അല്ലെങ്കിൽ മറ്റു പല തവണകളായോ അടച്ചു പോകുന്ന സ്കീംസിൻ്റെ പേരാണ് ഇപ്പോൾ ഞാൻ പിന്നെ പറഞ്ഞതെല്ലാം തന്നെ. എന്നാൽ ഒറ്റ തവണ മാത്രം അടച്ചുകൊണ്ട് നല്ല ഒരു വരുമാനം ലഭ്യമാക്കാവുന്ന സ്കീംസും LICയിലുണ്ട്. അതായത് നിവേഷ് പ്ലസ് എന്ന് പറയും, അതും ULIP-ആണ് ഗണം. എന്നാൽ ഒറ്റത്തവണ മാത്രം പ്രീമിയം അടച്ചാൽ മതി. അതുപോലെ ഒറ്റത്തവണ അടച്ചുകൊണ്ട് ഗ്യാരണ്ടീഡ് പെൻഷൻ ലഭ്യമാക്കുന്ന പ്ലാനുകളാണ് LICയുടെ ജീവൻ ശാന്തി, ജീവൻ അക്ഷയ് എന്ന പ്ലാനുകൾ. അതുപോലെ ടേം ഇൻഷുറൻസ് എന്നൊരു ഗണമുണ്ട്. അതായത് മെച്യൂരിറ്റി വാല്യൂ ഒന്നുമില്ലാത്ത എന്നാൽ നിസ്സാരമായ പ്രീമിയം അടച്ചുകൊണ്ട് ഇൻഷുറൻസ് കവറേജ് മാത്രം ലഭ്യമാക്കാവുന്ന പ്ലാനാണ് ടേം ഇൻഷുറൻസ്, ജീവൻ അമർ എന്ന് പറയും. ഇത്തരം പ്ലാനുകൾ. ഇനി ഇത് കൂടാതെ ഒരു വിശേഷപ്പെട്ട പ്ലാനുണ്ട് LICയിൽ, ജീവൻ ലക്ഷ്യ എന്ന് പറയും. അതായത് കുട്ടികളുടെ വിവാഹാവശ്യങ്ങൾ അല്ലെങ്കിൽ വിദ്യാഭ്യാസ ആവശ്യങ്ങൾ എന്നിവ നിറവേറ്റാനും രക്ഷിതാവിൻ്റെ അഭാവത്തിൽ ഈ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ നടത്തിയെടുക്കാവുന്ന പ്ലാൻ. അതുപോലെ തന്നെ അങ്ങനെ രക്ഷിതാവിൻ്റെ അഭാവത്തിൽ മെച്യൂരിറ്റി വരെ ഇൻകം ബെനഫിറ്റ് എല്ലാ വർഷവും ലഭിക്കുന്നതുമായ മനോഹരമായ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു പ്ലാനാണ് ജീവൻ ലക്ഷ്യ. ഇങ്ങനെ അനേകം തരത്തിലുള്ള പ്ലാനുകൾ LICയിലുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം പിന്നെ പറഞ്ഞ പോലെ ഇന്ന് ജനിച്ച കുഞ്ഞു മുതൽ 100 വയസ്സ് വരെ പ്രായമുള്ള എല്ലാവർക്കും യോജിക്കുന്ന തരത്തിലുള്ള പ്ലാനുകൾ നീണ്ട നിര തന്നെയുണ്ട് LICയിൽ. LIC വെറുമൊരു മരണച്ചിട്ടിയല്ലേ, മരിച്ചു കഴിഞ്ഞ് പൈസ കിട്ടിയിട്ട് എന്ത് കാര്യം എന്നൊക്കെ പലരും പറയാറുണ്ടല്ലോ. ഇതിനെപ്പറ്റി സാറിൻ്റെ അഭിപ്രായം എന്താണ്?
അങ്ങനെ ചോദിക്കുന്ന വ്യക്തിയോട് ഒറ്റ ഉത്തരമേ പറയാനുള്ളൂ, കേട്ടോളൂ. താങ്കൾക്ക് ലൈഫ് ഇൻഷുറൻസ് വേണ്ടെന്ന് വെക്കാനാവും, എന്നാൽ താങ്കളുടെ അഭാവത്തിൽ താങ്കളുടെ കുടുംബാംഗങ്ങൾക്ക്, ജീവിത പങ്കാളിക്കും കുട്ടികൾക്കും ജീവിത ആവശ്യങ്ങൾ വേണ്ട എന്ന് വയ്ക്കാനാവില്ല. മരണച്ചിട്ടി മാത്രമാണ് LIC എന്ന് എങ്ങനെ പറയാൻ സാധിക്കും? ഒരു പോളിസി വട്ടമെത്തുമ്പോൾ അതിൻ്റെ എല്ലാവിധ ആനുകൂല്യങ്ങളും ടാക്സ് ഫ്രീ ആയി ലഭിക്കുന്നില്ലേ? എന്നാൽ മരണച്ചിട്ടി മാത്രമായ ഒരു പ്ലാനുണ്ട്, അതിന് ടേം ഇൻഷുറൻസ് എന്ന് പറയും. അത് ഇക്കാലത്ത് ചോദിച്ച് വാങ്ങിക്കുന്ന ആൾക്കാർ വരെയുണ്ട്. അതായത് ഒരു വലിയ ലോൺ എടുക്കുന്നു, ആ ലോണിന് തത്തുല്യമായ ഒരു ഇൻഷുറൻസ് എടുക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം ആ ലോൺ എടുത്തിരിക്കെ മരണപ്പെട്ടാൽ ഈ പറയുന്ന കുടുംബത്തിന് ഈ ലോൺ ഒരു ബാധ്യതയായിട്ട് മാറും. അങ്ങനെ ബാധ്യതയായിട്ട് മാറാതിരിക്കാനാണ് ടേം ഇൻഷുറൻസ്. അത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യവുമാണ്. അല്ലാതെ മറ്റ് ഭൂരിഭാഗം പ്ലാനുകളും മെച്യൂരിറ്റി വാല്യൂ ഉള്ള, ബോണസ് ഉള്ള പ്ലാൻസ് തന്നെയാണ്. LIC പ്രൈവറ്റൈസ് ചെയ്തു, ഇനി മുതൽ ഒരു പ്രൈവറ്റ് കമ്പനി മാത്രമാണ് LIC, ഗവൺമെൻറ് ഗ്യാരണ്ടി ഒന്നും ലഭിക്കില്ല എന്നൊക്കെ ഒരു ധാരണ പരന്നിട്ടുണ്ടല്ലോ. അതിനെപ്പറ്റി സ്വാമിയുടെ അഭിപ്രായം എന്താണ്? ഇത് ശരിക്കും ഒരു തെറ്റിദ്ധാരണയുടെ നല്ലൊരു ഉദാഹരണമാണ് ഇപ്പോൾ പറഞ്ഞത് ആക്ച്വലി. അതായത് പ്രൈവറ്റൈസേഷൻ എന്ന വാക്ക് ശരിയായി നമ്മൾ മനസ്സിലാക്കണം. ഒരു സ്ഥാപനത്തിൽ ഗവൺമെൻറ്റിൻ്റെ ഓഹരി 51% താഴെ എത്തുമ്പോഴാണ് ആ കമ്പനി പ്രൈവറ്റ് കമ്പനി എന്ന് വിളിക്കപ്പെടുക. എന്നാൽ ഭാരത സർക്കാരിൻ്റെ പരിപൂർണ ഉടമസ്ഥതയിലുള്ള LIC ഓഫ് ഇന്ത്യ, അതിൽ ഇപ്പോൾ വെറും 3.5% ഓഹരി മാത്രമാണ് ഇന്ത്യയിലെ തന്നെ ജനങ്ങൾക്ക് ഇനീഷ്യൽ പബ്ലിക് ഓഫർ IPO വഴി ഇപ്പോൾ ഭാരത സർക്കാർ നൽകിയത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു 51%-ൽ താഴെ ഗവൺമെൻറ് ഓഹരി കുറയുമ്പോഴാണ് ഒരു സ്ഥാപനം പ്രൈവറ്റ് കമ്പനി ആവുന്നത്. ഇവിടെ വെറും 3.5% മാത്രമേ സർക്കാരിൻ്റെ പങ്കാളിത്തം ഇവിടെ കുറഞ്ഞിട്ടുള്ളൂ. അതും ആ 3.5% ഓഹരി ഇന്ത്യയിലെ തന്നെ പൗരന്മാർക്കാണ് ഭാരത സർക്കാർ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പ്രൈവറ്റ് കമ്പനി എന്ന വാക്കിന് ഒരുവിധ അടിസ്ഥാനവും ഇല്ല. ഒരു കാര്യം കൂടെ പറയാം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് കേട്ട് കാണുമല്ലോ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു ഭാരത സർക്കാർ ഉടമസ്ഥയിലുള്ള ഒരു ബാങ്കാണല്ലോ, സംശയമൊന്നുമില്ലല്ലോ. എന്നാൽ ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഇന്ത്യ ഗവൺമെൻറ്റിന് എത്ര % ഓഹരി ഉണ്ടെന്ന് എത്ര പേർക്കറിയാം? ഇപ്പോഴും ഏതാണ്ട് ഒരു 62% മാത്രമേ ഓഹരി ഉള്ളൂ എന്നാണ് സത്യം. അപ്പോഴും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ബാങ്ക് തന്നെയല്ലേ? ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട വ്യത്യാസം. അതുകൊണ്ട് പിന്നെ ഒരു ചോദ്യം എന്താണ് ചോദിച്ചത് അവസാനം? ഗവൺമെൻറ് ഗ്യാരണ്ടി ഒന്നും ലഭിക്കുന്നില്ല എന്നൊരു ധാരണ. യെസ് നമ്മുടെ ബഹുമാനപ്പെട്ട കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമൻ മാഡം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഈ IPO ഇറക്കുമ്പോൾ തന്നെ മാഡം കൃത്യമായി പറഞ്ഞു, ഇതുകൊണ്ട് ഇന്ത്യ ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്ന സോവറിൻ ഗ്യാരണ്ടിക്ക് ഒരു മാറ്റവും ഉണ്ടാവില്ല. അതായത് LIC ഓഫ് ഇന്ത്യയിൽ ചേർന്ന് കഴിയുമ്പോൾ ഈ പോളിസിയിൽ നിന്നും പോളിസി ഹോൾഡേഴ്സിന് കൊടുക്കേണ്ടതായ തുക, അതാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഗ്യാരണ്ടി പിന്നെ പറഞ്ഞിരിക്കുന്നത്. സെക്ഷൻ 37 എന്ന് പറയും. അപ്പോൾ ഈ സെക്ഷൻ 37 പ്രകാരം LIC ഓഫ് ഇന്ത്യ പോളിസി ഹോൾഡേഴ്സിന് കൊടുക്കേണ്ടതായ ഓരോ രൂപയ്ക്കും ഇന്ത്യ ഗവൺമെൻറ്റിന് സോവറിൻ ഗ്യാരണ്ടി അന്നുമുണ്ട് ഇന്നുമുണ്ട്. അതിന് ഒരു വിധ മാറ്റവുമില്ല. LIC കൂടാതെ മറ്റ് എന്തൊക്കെ ഇൻഷുറൻസ് സേവനങ്ങളാണ് ഇവിടെ നിന്ന് നൽകി വരുന്നത്? LIC ഓഫ് ഇന്ത്യ കൂടാതെ സ്റ്റാർ ഹെൽത്ത് ആൻഡ് അലൈഡ് ഇൻഷുറൻസ് കമ്പനി, അതിൻ്റെ സേവനമാണ് പ്രധാനമായിട്ടും ഇവിടെ നിന്ന് നൽകി വരുന്നത്. അതായത് ഇന്ത്യാസ് ഫസ്റ്റ് എക്സ്ക്ലൂസീവ് ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയാണ് സ്റ്റാർ ഹെൽത്ത് ആൻഡ് അലൈഡ് ഇൻഷുറൻസ് കമ്പനി. അപ്പോൾ സ്റ്റാർ ഹെൽത്തിൻ്റെ മെഡിക്ലെയിം പോളിസികളാണ് നൽകി വരുന്നത്. LIC ഓഫ് ഇന്ത്യയ്ക്കും മെഡിക്ലെയിം ഇല്ലേ എന്ന് പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ ആദ്യം മെഡിക്ലെയിം എന്ന വാക്കിന് അർത്ഥം നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. മെഡിക്ലെയിം ഒരു ഇൻഡംനിറ്റി പോളിസിയാണ്. അതായത് ആശുപത്രിയിൽ ഒരു അസുഖം മൂലമോ അപകടം മൂലമോ അഡ്മിറ്റ് ആവുമ്പോൾ ഹോസ്പിറ്റൽ ബില്ല് എത്രയാണോ ആ ഹോസ്പിറ്റൽ ബില്ല് കവർ ചെയ്യുന്ന പ്ലാനാണ് മെഡിക്ലെയിം. അപ്പോൾ സംഭവിച്ച നഷ്ടം നികത്തുന്ന പ്ലാനാണ് ഇൻഡംനിറ്റി പ്ലാൻ, അതാണ് മെഡിക്ലെയിം. എന്നാൽ LIC ഓഫ് ഇന്ത്യയുടെയും ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകളുണ്ട്. അവ ഇൻഡംനിറ്റി പ്ലാൻസ് അല്ല എന്ന് പറഞ്ഞാൽ അവിടെ ഫിക്സഡ് ബെനിഫിറ്റ് പ്ലാനാണ്.
ഒരു പ്രത്യേക ഇവൻ്റ് സംഭവിച്ചാൽ അതിന് ഇത്ര തുക എന്ന് ആദ്യം നിശ്ചയിച്ചിട്ടുണ്ട്. ആ തുകയാണ് LIC നൽകുക. അവിടെ ബില്ല് പ്രസക്തമേ അല്ല. ഇറസ്പെക്റ്റീവ് ഓഫ് ദി ഹോസ്പിറ്റൽ ബിൽസ് LIC കൃത്യമായ തുക അവിടെ നൽകും. ഉദാഹരണത്തിന് ആദ്യം LIC ഒരു പ്ലാനിനെ കുറിച്ച് പറയാം. LIC ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനാണ് ആരോഗ്യരക്ഷക് എന്ന പ്ലാൻ. ഈ ആരോഗ്യരക്ഷക് പ്ലാൻ ചേരുമ്പോൾ തന്നെ ഡെയിലി ക്യാഷ് ബെനിഫിറ്റ് എത്ര വേണം എന്ന് നമ്മൾ ചോദിക്കുന്നുണ്ട് ആദ്യമേ തന്നെ. സപ്പോസ് പോളിസി ഹോൾഡർ പറയാണ് എനിക്ക് 5000 രൂപ ഡെയിലി ക്യാഷ് ബെനിഫിറ്റ് വേണം എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയാൽ ഒരു ദിവസത്തേക്ക് 5000 രൂപ LIC നൽകും. അതുപോലെ തന്നെ സർജറീസിൻ്റെ ഒരു ലിസ്റ്റ് തന്നെ LIC കൃത്യമായിട്ട് പറയുന്നുണ്ട്. കാറ്റഗറി 1, 2, 3, 4 എന്ന് പറഞ്ഞ് തിരിച്ച് പറയുന്നുണ്ട്. ഇതിലൊരു കാറ്റഗറി 1 സർജറി നടത്തേണ്ടി വന്നാൽ ഈ ഹോസ്പിറ്റൽ ക്യാഷ് ബെനിഫിറ്റിൻ്റെ 100 മടങ്ങാണ് LIC നൽകുക. അപ്പോൾ 5000 രൂപയാണ് ഹോസ്പിറ്റൽ ക്യാഷ് ബെനിഫിറ്റ് എങ്കിൽ 100 മടങ്ങ് എത്രയായി? 5 ലക്ഷം രൂപയായല്ലോ. അപ്പോൾ ഒരു കാറ്റഗറി 1 സർജറി നടന്നാൽ LIC 5 ലക്ഷം രൂപ കൊടുക്കും. ഈ കേസിൽ ഈ പോളിസി എടുത്ത ഒരു വ്യക്തിക്ക് 6 മാസത്തിന് ശേഷം ഒരു കാറ്റഗറി 1 സർജറി നടന്നാൽ ഹോസ്പിറ്റലിലെ ബില്ല് ചിലപ്പോൾ 2-2.5 ലക്ഷം രൂപയായിരിക്കാം. LIC അത് കണക്കാക്കുന്നില്ല. കണക്കാക്കാതെ 5 ലക്ഷവും കൊടുക്കും. അതാണ് ആദ്യം പറഞ്ഞത്. ഹോസ്പിറ്റലിലെ ബില്ല് എത്രയാണെന്ന് നോക്കാതെ LIC ആ ഇവൻറ്റിനാണ് പണം കൊടുക്കുന്നത്. കാറ്റഗറി 1 സർജറി ആണോ നടന്നത്, 5 ലക്ഷം രൂപ അവിടെ കിട്ടിയിരിക്കും. ഇതാണ് LICയുടെ സ്കീംസ്. അതുപോലെ LICയുടെ ക്യാൻസർ കവർ എന്നൊരു പ്ലാനുണ്ട്. വളരെ പോപ്പുലറാണ് പ്ലാന്. അതിൽ ക്യാൻസർ മാത്രമാണ് കവർ ചെയ്യുന്നത്. അപ്പോൾ നിസ്സാരമായൊരു പ്രീമിയത്തിൽ ക്യാൻസർ കവർ ചെയ്യുന്ന ഒരു പ്ലാനാണ് ക്യാൻസർ കവർ. എൻ്റെ അഭിപ്രായത്തിൽ 20 വയസ്സിനും 65 വയസ്സിനും ഇടയ്ക്ക് സകലരും ഈ എടുത്തിരിക്കേണ്ട ഒരു പ്ലാനാണ് ക്യാൻസർ കവർ. കാരണം ക്യാൻസർ അതുപോലെ പരക്കുകയാണ് ലോകത്ത്. നമ്മുടെ ചുറ്റും എന്തുമാത്രം പേർക്ക് ക്യാൻസറസ് ആയിട്ട് നമ്മൾ അറിയുന്നുണ്ട്. ഇല്ല, ശരിയല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഡയബറ്റീസ് പോലെ പരക്കുന്നുണ്ട് ഇപ്പോൾ ക്യാൻസർ. അതുകൊണ്ടാണ് LIC ക്യാൻസറിന് വേണ്ടി മാത്രമേ പോളിസി ഇറക്കിയത്. ക്യാൻസർ കവറിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ പോളിസി എടുത്ത് 6 മാസത്തിന് ശേഷം ഒരു ക്യാൻസർ പിടിപെട്ടാൽ, ക്യാൻസർ 2 തരമുണ്ട്, അഡ്വാൻസ് സ്റ്റേജും ഏർലി സ്റ്റേജും. അഡ്വാൻസ് സ്റ്റേജിൽ ഒരു ക്യാൻസറാണ് പിടിപെട്ടതെങ്കിൽ സം അഷ്വേർഡ് എത്രയാണോ ആ തുക അപ്പോൾ തന്നെ മുഴുവനായി നൽകുന്നു. അതിനുശേഷം ആ സം അഷ്വേർഡിൻ്റെ 1% എത്രയാണോ ആ തുക പ്രതിമാസം 10 കൊല്ലത്തേക്ക് നൽകുന്നു. ഇതാണ് ക്യാൻസർ കവറിൻ്റെ അഡ്വാൻസ്ഡ് സ്റ്റേജിൻ്റെ ബെനിഫിറ്റ്. ഇനി ഏർലി സ്റ്റേജ് ക്യാൻസർ ആണെങ്കിലോ സം അഷ്വേർഡിൻ്റെ 4/1 തുക ഉടനെ തന്നെ നൽകിയിട്ട് 3 കൊല്ലത്തെ പ്രീമിയം LIC വെയ്വ് ചെയ്യും. 3 കൊല്ലത്തെ പ്രീമിയം വെയ്വ് ചെയ്തിട്ട് 4-ാം കൊല്ലം മുതൽ ഈ പോളിസി ഹോൾഡർക്ക് തുടർന്ന് പ്രീമിയം അടയ്ക്കാം. അങ്ങനെ തുടർന്ന് പ്രീമിയം അടച്ചുകൊണ്ട് പോകുന്ന കാലത്ത് ആദ്യം വന്ന ഏർലി സ്റ്റേജ് ക്യാൻസർ അഡ്വാൻസ് സ്റ്റേജ് ക്യാൻസറായിട്ട് മാറുന്നു എങ്കിൽ വീണ്ടും സം അഷ്വേർഡ് മുഴുവനായും ആദ്യം കൊടുത്തതിൻ്റെ ബാക്കി 25% ആദ്യമേ കൊടുത്തല്ലോ, ബാക്കി 75% കൊടുത്ത് ആ ഫുൾ ബെനിഫിറ്റ് കൊടുത്ത് തീർക്കുകയും പിന്നെ വീണ്ടും ഇൻകം ബെനിഫിറ്റ് പ്രതിമാസം 1% സ്റ്റാർട്ട് ചെയ്ത് 10 കൊല്ലത്തെ വീണ്ടും കൊടുക്കുകയും ചെയ്യും. ഇതാണ് ക്യാൻസർ കവറിൻ്റെ രീതി. അപ്പോൾ LICയിലെല്ലാം ഫിക്സഡ് ബെനിഫിറ്റ് സ്കീമാണ്. എന്നാൽ സ്റ്റാർ ഹെൽത്ത് ആൻഡ് അലൈഡ് ഇൻഷുറൻസ് കമ്പനിയിലേക്ക് നമ്മൾ വന്നു കഴിയുമ്പോൾ മെഡിക്ലെയിം പോളിസീസാണ്. ഹോസ്പിറ്റലിലെ ബില്ല് എത്രയാണോ അതാണ് കവർ ചെയ്യുന്നത്. 10 lakhs പോളിസി എടുത്തു, 50,000 രൂപയാണ് ഹോസ്പിറ്റലിലെ ബില്ലെങ്കിൽ 50,000 രൂപയായിരിക്കും കിട്ടുക അവിടെ. എന്നാൽ സ്റ്റാർ ഹെൽത്തിൻ്റെ മെഡിക്ലെയിമിൽ വളരെ വെറൈറ്റി പ്ലാൻസ് ഉണ്ട്. ഓരോ കാറ്റഗറിയിലും പെടുന്ന ആൾക്കാർക്ക് വളരെ യോജിക്കുന്ന സ്കീംസ് സ്റ്റാർ ഹെൽത്തിലുണ്ട്. ഫോർ എക്സാമ്പിൾ പിന്നെ സാധാരണ എല്ലാവർക്കും ചേരാവുന്ന അഷ്വർ പ്ലാന്, അതേപോലെ ഒരു സ്ത്രീയെങ്കിലുമുള്ള പോളിസി ആണെങ്കിൽ വുമൺസ് കെയർ പോളിസി, അതുപോലെ തന്നെ 65 വയസ്സിന് മേൽ പ്രായമുള്ളവർക്ക് 75 വയസ്സ് വരെ എടുക്കാവുന്ന റെഡ് കാർപ്പറ്റ് പ്ലാൻസ്, അതിനും മേൽ പ്രായമുള്ളവർക്ക് എടുക്കാവുന്ന പ്രീമിയർ പ്ലാൻസ്, അതുപോലെ തന്നെ ക്യാൻസർ ഒരു തവണ കാറ്റഗറി 1 or 2 ക്യാൻസർ വന്ന വ്യക്തികൾക്ക് എടുക്കാവുന്ന ക്യാൻസർ കെയർ പ്ലാന്, ആൻജിയോപ്ലാസ്റ്റി അല്ലെങ്കിൽ ബൈപ്പാസ് സർജറി നടത്തിയ ആൾക്കാർക്ക് എടുക്കാവുന്ന കാർഡിയാക് കെയർ പ്ലാന്, പിന്നെ ഹൈ ഡയബറ്റീസാണ്, ഡയബറ്റീസിൻ്റെ കോംപ്ലിക്കേഷൻ വരാൻ ചാൻസ് ഉണ്ട് എന്ന് കരുതുന്നുവെങ്കിൽ അതിനെപ്പോലും കവർ ചെയ്യുന്ന ഡയബറ്റീസ് സേഫ് പ്ലാന്. ഇങ്ങനെ വളരെ വിവിധങ്ങളായ മെഡിക്ലെയിം പോളിസീസ് സ്റ്റാർ ഹെൽത്തിൽ ആക്ച്വലി ഉണ്ട്. അപ്പോൾ ലൈഫ് ഇൻഷുറൻസിന് LIC ഓഫ് ഇന്ത്യ, ഹെൽത്ത് ഇൻഷുറൻസിന്
സ്റ്റാർ ഹെൽത്ത് ആൻഡ് അലൈഡ് ഇൻഷുറൻസ് കമ്പനിയുടെ മെഡിക്ലെയിം പ്ലാൻസ്, അതുകൂടാതെ LIC ഓഫ് ഇന്ത്യയുടെ ആരോഗ്യരക്ഷകവും ക്യാൻസർ കവറും അഡീഷണലായിട്ട് എടുക്കാവുന്നതാണ്. ഇതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. സ്വാമി, ഈ മ്യൂച്വൽ ഫണ്ട് എന്നത് കേട്ടിട്ടുണ്ട്, വിശദമായി അറിയില്ല, അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ? ഓക്കെ. അതായത് ഷെയർ മാർക്കറ്റിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. വൻ ലാഭമുണ്ടാക്കാവുന്ന മേഖലയാണ് ഷെയർ മാർക്കറ്റ് എന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ ഈ ഷെയർ മാർക്കറ്റിനെ കുറിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാതെ നേരിട്ട് പോയിട്ട് നമുക്ക് തോന്നുന്ന ഷെയറുകൾ നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ ഷെയറിൻ്റെ വാല്യൂ എന്തെങ്കിലും കാരണവശാൽ ഇടിഞ്ഞു പോയാൽ നമ്മുടെ മൊത്തം ഇൻവെസ്റ്റ്മെൻറ്റും പാളിപ്പോകും, നഷ്ടത്തിൽ പോയി കലാശിക്കും. അതുകൊണ്ട് ഒരു ലേമാനെ സത്യം പറഞ്ഞാൽ അറിയില്ല ഏത് കമ്പനിയുടെ ഫണ്ടമെൻ്റൽസാണ് നല്ലത്, ഏത് കമ്പനി ഷെയറാണ് വാങ്ങിക്കേണ്ടത്, ഇതൊന്നും അറിയില്ല. അപ്പോൾ അങ്ങനെ അറിയില്ലാത്ത ഒരു ലേമാന് വിശ്വസിച്ച് പണമേൽപ്പിക്കാവുന്ന സ്ഥാപനമാണ് മ്യൂച്വൽ ഫണ്ട്. മ്യൂച്വൽ ഫണ്ട് തൻ്റെ ഇൻവെസ്റ്റേഴ്സിൽ നിന്നും പണം സമാഹരിച്ച് അവരുടെ എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ഫണ്ട് മാനേജേഴ്സ് ഉണ്ട്. ആ എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ഫണ്ട് മാനേജേഴ്സ് വളരെ കൃത്യമായി ആലോചിച്ച് ഏത് ഷെയർ എപ്പോൾ വാങ്ങണമെന്ന് അവർക്കറിയാം, എപ്പോൾ വിൽക്കണം എന്ന് അവർക്കറിയാം. ആ ഫണ്ട് മാനേജേഴ്സ് ഇൻവെസ്റ്റേഴ്സിന് വേണ്ടി ആക്ട് ചെയ്ത് ഷെയർ മാർക്കറ്റിൽ പണം നിക്ഷേപിച്ച് പണം പിൻവലിച്ച് കിട്ടുന്ന ലാഭം ഈ ഇൻവെസ്റ്റേഴ്സിന് പങ്കുവയ്ക്കുന്നു. ഇതാണ് മ്യൂച്വൽ ഫണ്ടിൻ്റെ പോളിസി. അപ്പം നമുക്ക് ഷെയർ മാർക്കറ്റിൽ നിന്നുള്ള ലാഭം നമുക്ക് കിട്ടുകയും ചെയ്യും, എന്നാൽ റിസ്ക് വളരെയേറെ കുറവുമാണ് ഈ മ്യൂച്വൽ ഫണ്ട് വഴി നമ്മൾ മാർക്കറ്റിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ. പിന്നെ ഷോർട്ട് ടൈം, ഇപ്പോൾ 2 കൊല്ലം 3 കൊല്ലത്തേക്കൊക്കെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനൊരു ഓപ്ഷനാണ് ഈ പറയുന്ന മ്യൂച്വൽ ഫണ്ട്. 1 കൊല്ലം കഴിഞ്ഞാൽ പിന്നെ എന്ന് വേണമെങ്കിലും നമുക്ക് പിൻവലിക്കാം. അന്നത്തെ ഫണ്ട് വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുക എന്ന് മാത്രം. ഒരു കാര്യം ഓർക്കണം, ഒരു ഗ്യാരണ്ടിയും ഇവിടെയില്ല. ഇത്ര കിട്ടും അത്ര കിട്ടും എന്ന് ഒരു ഗ്യാരണ്ടിയും പറയാനും പാടില്ല എന്നാണ് മ്യൂച്വൽ ഫണ്ടിൻ്റെ റെഗുലേറ്ററായ സെബി, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ കൃത്യമായി പറഞ്ഞിരിക്കുന്നത് തന്നെ. അതുകൊണ്ട് ഒരു ഗ്യാരണ്ടി ഇവിടെയില്ല. പക്ഷേ ആ റിസ്ക് എടുത്ത് തന്നെ വേണം ഇതിൽ നിക്ഷേപിക്കാൻ. സർ, ഈ 35 വർഷം മുമ്പ് LICയുമായി ആളുകളെ സമീപിക്കുമ്പോൾ എന്തായിരുന്നു ആളുകളുടെ ആ സമയത്തെ പ്രതികരണം? നല്ല ചോദ്യം. അതായത് നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞല്ലോ ഒരു വാക്ക് മരണം ചിട്ടി എന്ന് പറയുന്ന പോലെ, അന്ന് സത്യം പറഞ്ഞാൽ ഇൻഷുറൻസ് ഏജൻറ്റിനെ കണ്ടാൽ ഓടി ഒളിക്കുന്ന ഒരു കാലം വരെ അന്ന് ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഇൻഷുറൻസ് ഏജൻ്റാണ് എന്നറിഞ്ഞാൽ, കാണാൻ വരുന്നു എന്നറിഞ്ഞാൽ പിൻവാതിലിൽ കൂടി ഇപ്പോൾ പുറത്തേക്ക് പോകുന്ന ആൾക്കാർ വരെ അന്നത്തെ ഉണ്ടായിരുന്നു. ഓടി ഒളിക്കുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ. എന്നാൽ അതിന് ശേഷമാണ് ക്രമേണ ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി ആണ് ഇത്തരത്തിലേക്ക് നമ്മൾ ആക്ച്വലി വന്നത്. പിന്നെ അന്നൊക്കെ ഈ സമ്മർഷ്വേർഡ് എന്ന് പറയുന്ന വാക്ക് ഇന്ന് നമ്മൾ 10 ലക്ഷത്തിൻ്റെ പോളിസികൾ വളരെ ഈസി ആയിട്ട് എല്ലാവരും എടുക്കുന്നു. അന്ന് ശരിക്കും പറഞ്ഞാൽ വെറും 3000 രൂപ സമ്മർഷ്വേർഡ്, 2000 രൂപ സമ്മർഷ്വേർഡിൻ്റെ പോളിസി വരെ ഞാൻ ഈ ഫീൽഡിലേക്ക് വരുന്ന കാലത്ത് ഉണ്ടായിരുന്നു. ഇന്ന് 3000 രൂപ പ്രതിമാസം പ്രീമിയം തന്നെ ഒന്നുമല്ലാതായി ആയിരിക്കുകയാണിപ്പോൾ. അന്ന് 2000 രൂപ 3000 രൂപ സമ്മർഷ്വേർഡ് തന്നെ അതായിരുന്നു വളരെ സാധാരണ. ഒരു 25,000 രൂപ സമ്മർഷ്വേർഡിൻ്റെ പോളിസി എന്ന് പറഞ്ഞാൽ തന്നെ അന്ന് വളരെ വലിയൊരു തുകയാണെന്ന്. അന്ന് ബ്രാഞ്ചിൽ ഒരു 1,00,000 രൂപ സമ്മർഷ്വേർഡുള്ള പോളിസി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ ശരിക്കും ആഘോഷമാണ് അന്നത്തെ കാലത്ത്. ഇന്നത് പോയിട്ട് 1 കോടി പോലും ഒന്നും അല്ലാതായി മാറി കഴിഞ്ഞിരിക്കുന്നു ആക്ച്വലി. അപ്പോൾ ആ കാലത്തിൻ്റെ വളരെയേറെ ഉള്ള വ്യത്യാസങ്ങളുണ്ട്. മാത്രമല്ല അന്ന് ഏത് ബ്രാഞ്ചിൽ നിന്ന് പോളിസി എടുത്തോ അതേ ബ്രാഞ്ചിൽ തന്നെ വേണം പ്രീമിയം അടയ്ക്കാൻ, വേറെ ഒന്നും അടയ്ക്കാൻ സാധിക്കത്തില്ല. ഇന്നാണ് കാലം മുഴുവൻ മാറി. LIC ഓഫ് ഇന്ത്യയുടെ പോളിസി എവിടെ നിന്ന് എടുത്താലും ഇന്ത്യയിലെ ഏത് LIC ബ്രാഞ്ചിലും അടയ്ക്കാം, ഏത് സാറ്റലൈറ്റ് ഓഫീസിലും അടയ്ക്കാം. ഇതുപോലുള്ള പ്രീമിയം പോയിൻറ്റ്സ് ഉണ്ടല്ലോ, ഈ പ്രീമിയം പോയിൻറ്റ്സിലും അടയ്ക്കാം. നമുക്ക് അത്രയേറെ ഇപ്പോൾ പ്രീമിയം അടയ്ക്കാനുള്ള ഓപ്ഷൻസ് വന്നു കഴിഞ്ഞു. മാത്രമല്ല ഇനി ഒരു ഓഫീസും വേണ്ട, സ്വന്തം വീട്ടിലിരുന്ന് 24/7 ആയിട്ട് സ്വന്തം വീട്ടിലിരുന്ന് സ്വന്തം കമ്പ്യൂട്ടറിൽ LIC ഓഫ് ഇന്ത്യയുടെ സൈറ്റ് വഴി നമുക്ക് ഓൺലൈൻ പ്രീമിയം നമുക്ക് അടയ്ക്കാം. അപ്പോൾ അത്രയേറെ കാലങ്ങൾ മാറി എന്നുള്ളതാണ് സത്യം. സ്വാമി, 3.5 പതിറ്റാണ്ടിന് മുമ്പ് LICയുടെ പടി കയറുമ്പോൾ ഒരു ഏജൻറ്റിന് വേണ്ട ക്വാളിഫിക്കേഷൻ എന്തൊക്കെയായിരുന്നു? അന്ന് LIC ഏജൻസിക്ക് വേണ്ട മിനിമം ക്വാളിഫിക്കേഷൻ വെറും SSLC ആയിരുന്നു. എന്നാൽ ഞാനന്ന് MCOM ഡിഗ്രിയുമായിട്ടാണ് LIC ഏജൻസി എടുക്കാൻ വേണ്ടി LICയുടെ പടി കയറിയത്. LIC ഏജൻസി 89 മാർച്ചിൽ എടുത്തു.
ഈ മാസം മാർച്ച് 29-ാം തീയതി എത്തുമ്പോൾ 35 വർഷം തികയുന്നു. അപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് വളരെ ചാരിതാർത്ഥ്യം മാത്രമേ ഉള്ളൂ. കാരണം ഈ കഴിഞ്ഞ 35 കൊല്ലം കൊണ്ട് എത്രയോ കുടുംബങ്ങൾക്ക് സാമ്പത്തിക ഭദ്രത പ്രദാനം ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ചാരിതാർത്ഥ്യം. അപ്പോൾ അത് കഴിഞ്ഞ് MCOM ഡിഗ്രിയോട് കൂടിയിട്ടാണ് ഞാൻ ഏജൻസി എടുക്കുന്നതെങ്കിൽ പോലും ഇൻഷുറൻസ് രംഗത്തെ മറ്റു അനേകം ക്വാളിഫിക്കേഷൻസ് എത്രയും വേഗം നേടണം എന്നുള്ള ആഗ്രഹം എനിക്കുണ്ടാവുകയും സർട്ടിഫിക്കറ്റ് ഇൻ ഇൻഷുറൻസ് സെയിൽസ്മാൻഷിപ്പ് എന്ന് പറയും, ഇൻഷുറൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുണ്ട്. ഇൻഷുറൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ ഒരു കോഴ്സാണ് ഈ CIS, അപ്പോൾ സർട്ടിഫിക്കറ്റ് ഇൻ ഇൻഷുറൻസ് സെയിൽസ്മാൻഷിപ്പ്. അതുപോലെ തന്നെ ലുഗി എന്നൊരു ഓർഗനൈസേഷനുണ്ട്, ലൈഫ് അണ്ടർറൈറ്റേഴ്സ് ഗിൽഡ് ഓഫ് ഇന്ത്യ എന്ന് പറയും. ഇൻഷുറൻസ് മേഖലയിലെ ഹൈ പെർഫോമിംഗ് ആയിട്ടുള്ള അഡ്വൈസേഴ്സിൻ്റെ ഒരു വോളണ്ടറി കൂട്ടായ്മയാണ് ലുഗി. നമ്മുടെ തന്നെ ഈ എഡ്യൂക്കേഷൻ്റെ ആ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നതിനും ബിസിനസ് ക്യാൻവാസിങ് സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നതിനുമുള്ള ഒരു ഓർഗനൈസേഷനാണ് ലുഗി. അപ്പോൾ ഈ ലുഗി നടത്തുന്ന ഒരു കോഴ്സാണ് CIP, സർട്ടിഫിക്കറ്റ് ഇൻ ഇൻഷുറൻസ് പ്ലാനിംഗ് എന്ന് പറയും. അപ്പോൾ ലുഗിയുടെ CIP എന്നുള്ള ആ ഡിഗ്രി, അതുകൂടാതെ CII അവാർഡ് എന്ന് പറയും, ചാർട്ടേഡ് ഇൻഷുറൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ലണ്ടൻ, അതിൻ്റെ ഒരു ഡിഗ്രിയാണ് CII അവാർഡ്. അപ്പോൾ ഈ പറഞ്ഞ 3 ഡിഗ്രിയും ഇൻഷുറൻസ് രംഗത്ത് കൂടുതൽ അറിവുകൾ നേടാൻ വേണ്ടി എന്നെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻഷുറൻസ് രംഗത്ത് ഒരു പ്രൊഫഷണലായിട്ട് മാറണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പോൾ ഡോക്ടേഴ്സിന് MRCP, FRCP എന്നെല്ലാം പിന്നെ പറയുന്ന പോലെയുള്ള ഇൻഷുറൻസ് രംഗത്തെ ഡിഗ്രികളാണ് CIS, CIP, CII അവാർഡ് എന്നെല്ലാം പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വളരെ വലിയ ഒരു ചാരിതാർത്ഥ്യം കൂടി എനിക്കുണ്ട്. ഇത്രയും കാലത്തെ സേവനത്തിനിടയ്ക്ക് നിരവധി അംഗീകാരങ്ങൾ സ്വാമിക്ക് ലഭിച്ചിട്ടുണ്ടാകുമല്ലോ, ഏതൊക്കെയാണവ? അതായത് LIC ഓഫ് ഇന്ത്യ ഏജൻസിനെ റെക്കഗ്നൈസ് ചെയ്യുന്ന ക്ലബ്ബുകൾ പണ്ട് മുതലേ രൂപീകരിച്ചിട്ടുണ്ട്. ഡിസ്റ്റിങ്വിഷ്ഡ് ക്ലബ്ബ്, ബ്രാഞ്ച് മാനേജേഴ്സ് ക്ലബ്ബ്, ഡിവിഷൻ മാനേജേഴ്സ് ക്ലബ്ബ്, സോണൽ മാനേജേഴ്സ് ക്ലബ്ബ്, ചെയർമാൻസ് ക്ലബ്ബ്. അപ്പോൾ ഈ ചെയർമാൻസ് ക്ലബ്ബ് എന്ന ഉന്നത പദവി കഴിഞ്ഞ 24 വർഷമായിട്ട് തുടർച്ചയായിട്ട് അലങ്കരിച്ചു വരുന്നു എന്നുള്ളതാണ് ഒരു അച്ചീവ്മെൻറ്റ്. എന്ന് പറയുമ്പോൾ തന്നെ ഒരു ആംബിഷനുണ്ട്. ഈ ചെയർമാൻസ് ക്ലബിൻ്റെ മേളിൽ ഇപ്പോൾ 3 ക്ലബ്ബുകൾ കൂടിയുണ്ട്. ക്ലബ് ഗാലക്സി, കോർപ്പറേറ്റ് ക്ലബ്ബ്, LIC ഏറ്റവും പുതുതായിട്ട് രൂപീകരിച്ച എലൈറ്റ് ക്ലബ്ബ്. ഈ പറഞ്ഞ ചെയർമാൻസ് ക്ലബിന് മുകളിലുള്ള ഈ പറഞ്ഞ ക്ലബ് ഗാലക്സി അല്ലെങ്കിൽ കോർപ്പറേറ്റ് ക്ലബ്ബുകളിലേക്ക് എത്രയും വേഗം എത്താനും സമീപ ഭാവിയിൽ എലൈറ്റ് ക്ലബ്ബ് എന്ന അത്യുന്നത പദവിയിൽ എത്തണം എന്നുള്ളതാണ് എൻ്റെ ആംബിഷൻ. ഇതാണ് LIC ഓഫ് ഇന്ത്യയുടെ അംഗീകാരം 1. ഇനി അടുത്ത കാര്യം പറയുകയാണെങ്കിൽ MDRT, $1 മില്യൺ റൗണ്ട് ടേബിൾ, USA ആസ്ഥാനമാക്കിയുള്ള ഈ ഇൻഷുറൻസ് പ്രൊഫഷണൽസിൻ്റെ ഒരു കൂട്ടായ്മയാണ് MDRT. അല്ലാതെ LIC ഓഫ് ഇന്ത്യയുടെ ഒരു ക്ലബ്ബോ ഒന്നുമല്ല MDRT. ഇത് ആഗോളതലത്തിലുള്ള ഒരു ഓർഗനൈസേഷനാണ് MDRT. ലോകത്തിൽ വിവിധ രാഷ്ട്രങ്ങളിലുള്ള വിവിധ ഇൻഷുറൻസ് കമ്പനികളിലുള്ള ഇൻഷുറൻസ് ഏജൻസിൻ്റെ ഒരു കൂട്ടായ്മയാണ് MDRT. എന്നാൽ അതിൽ മെമ്പർഷിപ്പ് വേണമെങ്കിൽ ഒരു ബിസിനസ് പാരാമീറ്റർ ഉണ്ട്. അത് MDRT ഇയർ എന്ന് പറഞ്ഞാൽ ഒരു കലണ്ടർ ഇയറാണ്, ജാനുവരി ടു ഡിസംബർ. ആ ജാനുവരി ടു ഡിസംബർ എന്ന് പറഞ്ഞാൽ 12 മാസം കൊണ്ട് ആ പ്രിസ്ക്രൈബ്ഡ് നോംസ് പൂർത്തീകരിക്കുന്നവർക്ക് മാത്രമേ MDRT എന്ന പദവി ലഭ്യമാവുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ MDRT എന്ന പദവി കഴിഞ്ഞ 13 വർഷമായിട്ട് ഞാൻ MDRT ആണ്. അപ്പോൾ ഇനി മുന്നോട്ടുള്ള എല്ലാ വർഷങ്ങളിലും MDRT മാത്രമല്ല, MDRTയുടെ 3 മടങ്ങായ കോട്ട് ഓഫ് ദ ടേബിൾ, അതാണ് എൻ്റെ അടുത്ത ഒരു ലക്ഷ്യം എന്നുകൂടി ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇൻഷുറൻസ്, മെഡിക്ലെയിം, മ്യൂച്വൽ ഫണ്ട് മേഖലയിലെ നിരവധി സംശയങ്ങൾക്ക് നമുക്ക് മറുപടി ലഭ്യമായി. ഇത്രയും സമയം ഞങ്ങൾക്ക് തന്നതിന് നന്ദി, നമസ്കാരം. താങ്ക് യു.